ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഓച്ചിറയിലാണ് കേട്ടോ. അത് ഇപ്പോഴത്തെ വ്ളോഗല്ല, 12 വിളക്കിന് മുന്നേ എടുത്ത വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ വള്ളത്തിനകത്തും തൊട്ടിയാട്ടത്തിനൊക്കെ കയറണം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് വന്നത്. ഓച്ചിറയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കറങ്ങി നടക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ ഇവിടെ വന്ന് നിന്നിട്ടോ. ഇതിൽ അലർച്ച കഴിക്കാൻ എന്ത് രസമെന്നറിയാം. ആൾക്കാർ ഇന്ന് കരയുമ്പോൾ താഴെ നീക്കുന്നത് നമുക്കൊരു മനസ്സുഖം. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ കറങ്ങാൻ ഇറങ്ങി കേട്ടോ. കടയായ കട മൊത്തവും കയറി ഇറങ്ങി അങ്ങനെ നടക്കുമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ. അങ്ങനെ ഞങ്ങൾ ഇതേ വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട് വന്ന് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടിയാട്ടത്തിൽ കയറാനുള്ള പ്ലാൻ ഞങ്ങൾ അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. അതിൽ കയറുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോൺ വല്ലതും നിലത്ത് വേണേൽ പിന്നെ അത് മതി. അതിനുശേഷം ഞങ്ങൾ ഇതേ ഇതിനകത്തോട്ട് കയറുന്നു. കുഞ്ഞുമണി എന്തായാലും കയറ്റണമല്ലോ എന്തിനകത്തെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഏതൊരു ഡ്രാഗന്റെ കണക്കാണ് ഇരിക്കുന്നത്. ഈ കുഞ്ഞുപിള്ളാർക്ക് കയറാൻ പറ്റിയത്. അങ്ങനെ കയറിയപ്പോൾ കുഞ്ഞുമണിക്ക് നല്ല രീതിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കിടന്ന് ചിരിയൊക്കെ ആയിരുന്നു. പോവാം വണ്ടി എടുക്കുന്നൊക്കെ കിടന്ന് പറയായിരുന്നു കേട്ടോ. അച്ഛനും മോളും കൂടെയാണ് ഇവിടെ ഇരുന്നത്. പിന്നെ ഞാനും അമ്മയും ഒരു സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ ഞങ്ങളത് ഡ്രാഗനകത്ത് കയറി ഇരുന്നു. അപ്പൊ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ലൈറ്റൊക്കെ ആയിട്ട് എന്ത് ഭംഗിയല്ലേ. അതേ കണക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതേ വണ്ടിയൊക്കെ എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം കുഞ്ഞുമണിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് പേടിച്ച് കുഞ്ഞുമണി കരച്ചിലായിരുന്നു കേട്ടോ. ഇറങ്ങച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ റൈഡിലൊക്കെ കയറിയിട്ടുള്ള കുഞ്ഞുമണിയുടെ കോലാണ് കേട്ടോ ഇത്. കുഞ്ഞുമണി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കും. അപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് വിശക്കുന്നത്. കുഞ്ഞുമണിക്ക് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബജ്ജിയൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അതേ കടയിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു കോളിഫ്ലവർ പറഞ്ഞു കേട്ടോ. ബാക്കിയെല്ലാവരും ബജ്ജിയും പിന്നെ ഉള്ളിവടയും സെറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലക്കുളത്തിലേക്ക് വന്നിട്ടോ. ഇവിടെ ആണെങ്കിൽ അമ്പലം നിറഞ്ഞ് നിൽക്കാട്ടോ. എനിക്കാണെങ്കിൽ പൂക്കളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്ന് മാത്രമല്ല, പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്ക് ഒരുപാട് പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് ഒരുമാതിരി സൈക്കോ രീതി കേട്ടോ. എനിക്ക് പൂവൊന്നും വിൽക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം അങ്ങ് ഉള്ളിലോട്ടായിരുന്നു നിന്നത്. അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങളത് കറങ്ങാൻ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഇപ്രാവശ്യം വന്നത് സ്നാക്സിന്റെ സെക്ഷനിലാട്ടോ. അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അപ്പോഴേക്കും സമയം 12 മണി ആവാറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുവിധം ക്ഷീണിച്ച് എല്ലാവരും കോലം കെട്ട ഒരു പരുവത്തി ഇരിക്കുക കേട്ടോ. കുഞ്ഞുമണി ദേവിടെ അപ്പൂന്റെ തോളിലിരുന്ന് കാഴ്ചയായി കാണും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, വലുതാവണ്ടായിരുന്നു, കുഞ്ഞായിരുന്നാ മതിയായിരുന്നു, എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുമല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത വരും കേട്ടോ. അങ്ങനെ ഞങ്ങളതേ പോകാനുള്ള പ്ലാനിലേക്ക് എത്തി കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ചേച്ചി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്ന് പോവാന്ന്. ഇവിടുത്തെ കുഞ്ഞുമണി ശിവമോളും കാര്യം പറച്ചിലാണ് കേട്ടോ. പിന്നെ ചെറിയ രീതിക്ക് ഒരു പരാതി പറച്ചിലും വേറെ ഒന്നുമല്ല കേട്ടോ. കുഞ്ഞുമണിയുടെ തലയിരിക്കുന്ന കളിപ്പാട്ടം ശിവമോളുടെ ആണ് കേട്ടോ. അതാണ് കുഞ്ഞുമണി തലയിൽ വെച്ചോണ്ടിരിക്കുന്നത്. അത് പിടിച്ചു പറിക്കാനുള്ള ഒരുക്കത്തിലാണ് ശിവമോള്. അങ്ങനെ അവരുടെ സ്വകാര്യ പറച്ചിലിനൊക്കെ ശേഷം ഞങ്ങൾ ഇതേ പോകാനുള്ള പ്ലാനിൽ എത്തി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തായാലും വ്ലോഗ് എടുത്തില്ല, എന്റെ യൂട്യൂബ് ചാനലിൽ ലാസ്റ്റ് ആയിട്ട് നിങ്ങളൊരു ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ ടാറ്റ ബൈ ബൈ പറയുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈ ബൈ. സീ യു ഉമ്മ.